കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രശ്നം വരാനുള്ള രണ്ട് കാരണം എൻ്റെ മനസ്സിൽ ഇന്ന് തോന്നിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ അമ്മച്ചിമാരെയൊക്കെ കൊണ്ടുവന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചിന്തയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയോ? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചിന്തിക്കാതെ നമ്മൾ പ്രവർത്തിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രവർത്തിക്കുന്നു ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു, ചിന്തയില്ലാത്ത പ്രവൃത്തി വരുന്നു. രണ്ടാണേ. ഒന്ന് ഓവർ തിങ്കിങ്, അതായത് പ്രവൃത്തിയില്ല, ചിന്ത മാത്രം. നാളെ ഞാൻ അത് ചെയ്യും, മറ്റന്നാൾ ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ പോവും, ഞാൻ ഇങ്ങനെ പോവും, അത് ഇങ്ങനെ ചെയ്യും. ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് ലൈഫിലില്ല. അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? അതാണ് ഓവർ തിങ്കിങ് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ കാര്യം ഓവർ തിങ്കിങ് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. രണ്ടാമത്തെ കാര്യം, പ്രവൃത്തിയുണ്ട്, ചിന്തയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ എടുത്തങ്ങോട്ട് ചാടും, എന്നിട്ടോ ഒരു കാര്യവും ചിന്തിക്കില്ല. ഞാൻ എന്താ ചെയ്യാൻ പോണേ, എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരോടാ പറയേണ്ടത്, ഈ വക ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അപ്പോഴും നമുക്ക് പ്രശ്നമായി. നമ്മുടെ ജീവിതത്തിൽ സമാധാന സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യം നമുക്കൊന്ന് സമന്വയിപ്പിക്കാം. എന്താണ്? നാളത്തെ കാര്യം. ഇപ്പം എനിക്ക് ഇന്ന് പറ്റിയൊരു പറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, ഒരു അമളി. അതാണ് ഞാൻ പറയണേ. കാരണം ഇന്നിപ്പോൾ ഒരു പിക്നിക്കാണ്, ഞങ്ങളുടെ അമ്മച്ചിമാരെയാണ് കൊണ്ടുപോകണേ. ഞാൻ എല്ലാവരോടും കൂടി ചോദിച്ചു, മക്കളെ നിങ്ങൾ എത്ര പേര് വരുന്നുണ്ട്? അപ്പോൾ ഞങ്ങളൊരു ബെനഫാക്ടർ ഉണ്ട്, ആ ബെനഫാക്ടർ സ്പോൺസർ ചെയ്യണമെന്ന് അമ്മമാരെ പിക്നിക്കിന് കൊണ്ടുപോകാനേ. അപ്പോൾ അവരാണെങ്കിൽ അവർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ. അപ്പോൾ അങ്ങനെ ബെനഫാക്ടർ നമുക്ക് പറഞ്ഞു, സിസ്റ്റർ എന്തായാലും കോക്കനട്ട് മെഡോസിൽ നിന്ന് ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാവരെയും കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് വല്ലവർക്കും പോകാൻ ആഗ്രഹമുണ്ട്? എത്ര പേര് വരുന്നുണ്ട്? എൻ്റെ ഉള്ളിലെ ചിന്ത, എല്ലാവരും ഒന്നും പോകണ്ട, വയ്യാത്തവരല്ലേ, അവർക്കെങ്കിലും എല്ലാം വയ്യായ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഒരു 5-10 പേര് പറഞ്ഞു ഞങ്ങളുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. പക്ഷേ ഇന്ന് വൈകുന്നേരം വേറൊരു സിസ്റ്റർ വന്നിട്ട് അവരെ ഒന്ന് പുന്നാരിച്ച്, നിങ്ങൾക്ക് നടക്കാൻ പറ്റൂന്നേ, ഞാൻ നിങ്ങളെ നടത്തിപ്പിക്കാന്നേ, എനിക്ക് കാലില്ല, കൈയില്ല, കുഴപ്പമില്ല, എനിക്ക് അമ്മേ എന്നൊക്കെ പറഞ്ഞ്, ശാന്തമ്മേ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി. 4 ആൾ ഒഴികെ ബാക്കി സകല മനുഷ്യരും റെഡിയായി. അപ്പോൾ നോക്കിയപ്പോൾ അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഇന്ന് രാവിലെ ഞാൻ കണ്ടു. അവരുടെ മുഖത്തൊക്കെ പ്രസാദമുണ്ട്, അവരുടെ ആങ്സൈറ്റിയൊക്കെ പോയി. അപ്പോൾ അത് എനിക്ക് പറ്റിയില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോക്കം വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ പോസിബിളാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ആ പോസിബിലിറ്റീസിനെ വർക്കൗട്ട് ചെയ്യണം. സാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും സാധിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തന സജ്ജമാകുകയും ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈ. ഞങ്ങൾ പോയി വരട്ടെ.